PDP കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ LDFിന് പിന്തുണ നൽകി വരികയാണ്. അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള കാരണം രാജ്യത്തെ മഹാവിപത്തായ ഫാസിസം, ആ ഫാസിസത്തിനെതിരെ സന്ധിയില്ലാത്ത നിലപാട് എടുത്തു വരുന്നത് LDF ആണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലാകാലങ്ങളിലായി 2001 ജനറൽ ഇലക്ഷൻ ഒഴിച്ച് ബാക്കി തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ PDPയുടെ പിന്തുണ LDFിനാണ്. രാജ്യത്ത് വളരെ അപകടകരമായ അവസ്ഥയാണ് ഫാസിസത്തിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തടയിടാൻ കഴിയുന്നത് LDF ആണ് എന്നുള്ളതിൻ്റെ തർക്കമില്ലാത്ത കാര്യമാണ്. ഇന്ന് കേരളത്തിൽ ഫാസിസം പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്ന ഫാസിസം കേരളത്തിൽ വിജയിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഈ നിലപാടാണ്. PDPയുടെ നിലപാട് അത്യന്തമായ നിലപാടെന്ന് പറഞ്ഞാൽ ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാടാണ് PDP, സാമ്രാജ്യത്വത്തിനെതിരെയും. ആ രണ്ട് നിലപാടും ഇന്ന് കേരളത്തിൽ കൈക്കൊണ്ടുവരുന്ന മുന്നണി എന്ന് പറയുന്നത് LDF ആണ്. ഇവിടെ വളരെ വിശാലമായ ഒരു ഇടതുപക്ഷ ചേരി ശക്തിപ്പെടുന്നതിൻ്റെ ആവശ്യകത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ PDP പിന്തുണച്ചു വരുന്ന LDF ഒരു പ്രാവശ്യം 2001 മാത്രമേ UDFിനെ PDP പിന്തുണച്ചു. അന്നേരത്തെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് 100 സീറ്റോടുകൂടി ശ്രീ AK ആൻ്റണി അധികാരത്തിൽ വരികയുണ്ടായി. പിന്നീട് അതിനുശേഷം LDFിൻ്റെ നിലപാടിനോട് വളരെയധികം യോജിക്കുന്ന PDPയുടെ നിലപാട്, അതായത് PDPയുടെ സൈദ്ധാന്തികമായ നിലപാട് അതുതന്നെയാണ്. അപ്പോൾ ആ നിലപാടുമായിട്ട് യോജിച്ചു പോകുന്നത് LDF ആണെന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് PDP LDFിനെ പിന്തുണച്ചു വരുന്നത്. അത് കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും PDPയുടെ പിന്തുണ LDFിൻ്റെ തന്നെയാണ്, അത് തുടരുകയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു വരുന്ന, എന്നും എക്കാലവും സ്വീകരിച്ചു വരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സ്വരാജ്. എന്തുകൊണ്ടും അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയാണ്. സ്വരാജിൻ്റെ വിജയം ജനാധിപത്യത്തിൻ്റെ വിജയമാണ്, മതേതരത്വത്തിൻ്റെ വിജയമാണ്. സ്വരാജിനെ വിജയിപ്പിക്കേണ്ട നിലമ്പൂരിൻ്റെ ആവശ്യകതയാണ്. അദ്ദേഹത്തിന് വളരെയധികം വിജയസാധ്യതയുണ്ട് എന്നുള്ളതും തർക്കമില്ലാത്ത ഒന്നാണ്. അപ്പോൾ ആ നിലപാടുമായിട്ടാണ് ഞങ്ങൾ ഈ നിയോജകമണ്ഡലത്തിലുടനീളം LDFിനോടൊപ്പം നിന്ന് തന്നെ PDPയുടെ പ്രവർത്തനം സ്വരാജിൻ്റെ വിജയത്തിന് വേണ്ടി കാഴ്ചവെക്കും. അതെ, ഉന്നയിച്ച വിഷയങ്ങളൊക്കെ പോലീസിലെ സംഘപരിവാരവൽക്കരണം കാര്യങ്ങളാണ്. ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്. ഈ സംസ്ഥാനത്ത് കൃത്യമായ നിലപാടാണ് LDFിൻ്റെ ഭാഗത്ത് നിന്ന്. സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കെതിരെ, ഫാസിസത്തിനെതിരെ അണ്ണുവെട വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് എടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിനെതിരെ ആരോപണവുമായി പലരും രംഗത്ത് വരുന്നുണ്ട്. എന്താണ് ആരോപണം? കഴമ്പില്ലാത്ത ആരോപണം. ഒരു ആരോപണവും കഴമ്പില്ലാത്തതാണ്. എന്താണ് ഈ ആരോപണമായിട്ട് വരുന്നത്? ഭരണ നേട്ടം, കഴിഞ്ഞ 9 വർഷത്തെ ഭരണ നേട്ടം എടുത്ത് പരിശോധിക്കുമ്പോൾ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യമായ പ്രവർത്തനമാണ് ഈ LDF സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും കഴമ്പുള്ള ആരോപണങ്ങളല്ല, അതിന് യാതൊരു സംശയവുമില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചഴയ്ക്കാനുള്ള കാരണക്കാരനാരാണ്? ഇങ്ങനൊരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട അവസ്ഥയുണ്ടാവും. അപ്പോൾ അതൊക്കെ സ്വാർത്ഥമായിട്ടുള്ള നിലപാടുകളുടെ ഭാഗമായിട്ടാണ് അൻവർ ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോയത്. അല്ലാതെ പൊതുവായ ഒരു നിലപാടല്ല, ഫാസിസത്തിനെതിരെയുള്ള നിലപാടാണെന്ന് നമുക്ക് കരുതാൻ കഴിയത്തില്ല. കാരണം ഫാസിസത്തിനെതിരെ വളരെ കൃത്യമായ നിലപാടെടുത്തു വരുന്ന LDF ഗവൺമെൻറ്, പിണറായി സർക്കാർ എടുത്തു വരുന്ന നിലപാടുകൾ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നു വരുന്ന വളരെയധികം വേട്ടയാടുകൾ, വംശഹത്യ, രാജ്യം അപകടകരമായ അവസ്ഥയിലേക്ക് നീക്കൊണ്ടുവരുന്ന ഈ സാഹചര്യത്തിൽ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇടതുപക്ഷ ചേരിക്ക് ശക്തി പകരുക എന്നുള്ളത്. അതാണ് ഞങ്ങൾ ഈ നിലപാടിനുമായിട്ട് മുന്നോട്ട് പോകുന്നത്.